ഹരേ കൃഷ്ണ. പ്രിയ സുഹൃത്തുക്കളെ, മഹാഭാരത യുദ്ധത്തിൽ നടന്ന ഇത്രയും വലിയൊരു സംഹാരം, 166 കോടി ആൾക്കാർ മരിച്ചു. അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ. അപ്പം 2 പാഠങ്ങളെപ്പറ്റി നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതായത് ആദ്യത്തെ പാഠം, ദുര്യോധനൻ്റെ കൂട്ട് മോശമായ വ്യക്തികൾ എന്ന് വെച്ചാൽ അനുസരണ ഇല്ലായ്മ, അഹങ്കാരം, പിടിവാശിയൊക്കെ അങ്ങനെ ദുർഗുണങ്ങളുള്ള വ്യക്തികൾക്ക് സ്വയം നാശം ഉണ്ടാവുകയും ചെയ്യും, മറ്റുള്ളവരുടെ മറ്റ് പലരുടെയും നാശത്തിനുള്ള കാരണവുമായി മാറും അവർ. നേരെ മറിച്ച് രണ്ടാമത്തെ പാഠം, നമ്മൾ പാണ്ഡവന്മാരുടെ എക്സാമ്പിൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, അങ്ങനത്തെ സ്വസ്വഭാവികൾക്ക്, അനുസരണയുള്ള മുതിർന്നവരെ, ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്ന, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന അങ്ങനത്തെ വ്യക്തികൾക്ക് ചെറിയ നാശനഷ്ടം ഉണ്ടായാലും അവസാനം വിജയം തീർച്ചയായിട്ടും അങ്ങനത്തെ വ്യക്തികൾക്ക് ഉണ്ടാവും. ഇനിയും നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച മൂന്നാമത്തെ പാഠത്തിനെ പറ്റി ചർച്ച ചെയ്യാം. ഇപ്പം മൂന്നാമത്തെ പാഠം എന്തുവാണ്? മൂന്നാമത്തെ പാഠമാണ്, ഈ ലോകത്തിൽ, ഈ ഭൗതിക ലോകത്തിൽ ഒരാൾ എത്ര നല്ലവനായാലും, എത്ര സൽസ്വഭാവി ആയാലും, ദുഃഖങ്ങളിൽ നിന്നും നാശനഷ്ടങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും രക്ഷപ്പെടാൻ പറ്റില്ല. അതായത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ പലിശ സഹിതം ദുഃഖങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതെന്താണ് അങ്ങനെ? അതായത് നല്ല വ്യക്തികൾക്ക് നല്ലതേ സംഭവിക്കാൻ പാടുള്ളൂ. അവർക്കെന്തിനും ദുഃഖങ്ങൾ വരുന്നു. അപ്പോൾ അതുമാത്രമല്ല, ചിലപ്പം ഈ നല്ല വ്യക്തികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ തന്നെ ആയിരിക്കും ഈ ദുഃഖം നൽകുന്ന ഒരു കാരണം. ചിലപ്പം രണ്ട് നല്ല ആൾക്കാരിൽ തമ്മിൽ ശത്രുത ഉണ്ടാവാം. ഇപ്പം മഹാഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭീഷ്മനും ദ്രോണാചാര്യൻ, കൃപാചാര്യൻ ഇവരൊക്കെ നല്ല വ്യക്തികളായിരുന്നു. ഇൻഫാക്ട് ഭീഷ്മനാണ് 12 മഹാജനങ്ങളിൽ ഒന്നായിരുന്നു. അതായത് ധർമ്മം അറിയുന്ന ഏറ്റവും ഉന്നതമായ വ്യക്തികളിൽ ഒന്ന്. എന്നിട്ട് ഇവർക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു ഈ പാണ്ഡവന്മാർ. അതേസമയം പാണ്ഡവന്മാർക്കും അതേപോലെ ഒരു അച്ഛനെ സ്നേഹിക്കുന്ന പോലെ അത്രയും ഒരു ഗാഢമായ സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അവരുടെ സ്വന്തം ജീവനെ കാട്ടി കാര്യമായിരുന്നു ഭീഷ്മദേവനും ദ്രോണാചാര്യനും ഒക്കെ പാണ്ഡവന്മാർക്ക്. പക്ഷേ ദുർഭാഗ്യവശാൽ ആ യുദ്ധത്തിൽ ഈ പ്രിയപ്പെട്ട വ്യക്തികൾ തമ്മിൽ ശത്രുക്കളുടെ കൂട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. തമ്മിൽ ശസ്ത്രങ്ങൾ ഉപയോഗിച്ച് വേദനിപ്പിക്കേണ്ടി വന്നു, പിന്നെ കൊല്ലേണ്ടിയും വന്നു. ഇതാണ് ഈ ലോകം. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ തന്നെ നമ്മളുടെ ശത്രുക്കളായി മാറാം ചിലപ്പം. ഇനി ഇത് മാത്രമല്ല പല ടൈപ്പിലെ ക്ലേശങ്ങളുള്ള ഒരു ലോകമാണെന്ന് നമുക്കറിയാം. പത്രം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കെന്നും ഈ വിവരമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. കൊലപാതകവും പീഡനവും ചൂഷണവും എല്ലാം നടക്കുന്ന ഒരു ലോകം, മനുഷ്യന്മാർ തമ്മിൽ വെട്ടിക്കൊല്ലുന്ന ഒരു ലോകം. കുറച്ച് വർഷങ്ങൾ, ഒരു 100ഓളം വർഷങ്ങൾ മുമ്പേ മുഗളന്മാർ വന്ന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെയാണ് ക്രൂരമായിട്ട് കൊന്നത്. ശാസ്ത്രം പറയുന്നത് വിപദാം പദം പദം, ഓരോ സ്റ്റെപ്പിലും ഡേഞ്ചറാണ്. എവറി സ്റ്റെപ്പ് ദർ ഇസ് ഡേഞ്ചർ. അപകടം നിറഞ്ഞ ഒരു ലോകമാണ്. ഇവിടെ ഈ ഭൗതിക ലോകത്ത് ദേവന്മാരായിക്കോട്ടെ, അവർക്ക് വരെ ദുഃഖവും നാശനഷ്ടവും ഒക്കെ സഹിക്കേണ്ടി വരേണ്ട സാഹചര്യം വരുമെന്ന് നമ്മൾ കഥ വഴി മനസ്സിലാക്കുന്നു, നമ്മുടെ ഇതിഹാസം വഴി മനസ്സിലാക്കുന്നു. ദേവേന്ദ്രനായിക്കോട്ടെ പലപ്പോഴും അസുരന്മാരുടെ കയ്യിൽ നിന്ന് തോൽവി ഉണ്ടാവുകയും ദുഃഖങ്ങൾ സഹിക്കേണ്ടി വരികയും പിന്നെ നാശനഷ്ടങ്ങൾ, ഇപ്പം ദേവന്മാർക്കും ഇത് സഹിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്തിന് ഇങ്ങനത്തെ ക്ലേശങ്ങൾ നിറഞ്ഞ ഒരു ലോകം ഉണ്ടാക്കി? അദ്ദേഹത്തിന് എല്ലാം സാധ്യമാണ്, അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പം പെർഫെക്റ്റായ ഒരു ഉത്തമമായ ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു പ്രപഞ്ചം എന്താണ് ഉണ്ടാക്കാതിരുന്നത്? അങ്ങനത്തെ ഉത്തമമായ ഒരു സ്ഥലമുണ്ടോ? ഇല്ലയോ? ഉണ്ട്, ഉത്തമമായ ഒരു സ്ഥലമുണ്ട്. ക്ലേശങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ചീത്തയൊന്നും ദുർഗുണങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം, കുണ്ഠങ്ങളില്ലാത്ത സ്ഥലം, ക്ലേശങ്ങളില്ലാത്ത വൈകുണ്ഠം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സാമ്രാജ്യം, ഭഗവാന്റെ സാമ്രാജ്യമായ വൈകുണ്ഠം ഉത്തമമായ ഒരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ ഈ ഭൗതിക ലോകമോ? ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ഒരു ജയിലാണ്, ഒരു കാരാഗ്രഹമാണെന്ന് ശാസ്ത്രം പറയുന്നു. ആ ഉത്തമമായ സ്ഥലത്ത്, ആ വൈകുണ്ഠത്തിൽ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, ഭഗവാന്റെ എതിരെ വിദ്രോഹിക്കുന്ന വ്യക്തികൾക്ക് ശിക്ഷ അനുഭവിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ ഭൗതിക ലോകം. ഇപ്പം സപ്പോസ് നമുക്ക് 4 മക്കളുണ്ട്. അതിൽ നിന്ന് 3 പേര് നല്ല അനുസരണയുള്ള, നല്ല സ്വഭാവങ്ങളുള്ള
ഗുണങ്ങളുള്ള മക്കളാണെങ്കിൽ കൊള്ളാം. പക്ഷേ ഒരാൾ തല തിരിഞ്ഞ ഒരു മോനാണ്, നമ്മളുടെ അനുസരിക്കില്ല, എന്നിട്ട് തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചിട്ട് ജയിലിൽ, ഇവിടെ നമ്മളുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെ അവഗണിച്ച് ജയിലിൽ എത്തിച്ചേർന്നാൽ ഞങ്ങൾ ആ മോനോട് എന്ത് ഉപദേശമാണ് നൽകാൻ പോകുന്നത്? മോനെ, നീ നിൻ്റെ മോശമായ പ്രവർത്തനങ്ങളൊക്കെ നിർത്ത്, ഈ തെറ്റായ പ്രവർത്തനങ്ങൾ നിർത്ത്, എന്നിട്ട് എത്രയും എളുപ്പം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ട് ആ ജയിലിൽ നിന്ന് മുക്തനാവ്. അല്ലേ? അതല്ലേ, അങ്ങനെയല്ലേ ഉപദേശിക്കാൻ പോകുന്നത്? അതോ നമ്മൾ ഇങ്ങനെ ഉപദേശിക്കുമോ? മോനെ, നീ ജയിലിൽ തന്നെ താമസിച്ചോ, നിനക്ക് നല്ല AC-യും ഫ്രിഡ്ജും ഒക്കെ അവിടെ കാര്യം സംഘടിപ്പിക്കുക നീ എങ്ങനെയെങ്കിലും, എന്നിട്ട് അവിടെ തന്നെ താമസിക്കുക, നല്ല സുഖമായിട്ട് അവിടെ താമസിക്കുക. ഇല്ല, അതൊരു തെറ്റായ ഉപദേശമല്ലേ? എന്താ, ജയിലിനകത്ത് എല്ലാം എങ്ങനത്തെ വ്യക്തികളാണ്? ക്രിമിനൽസ് അല്ലേ? ക്രിമിനൽസ്, മോശമായ ആൾക്കാർ, ഈ സർക്കാർ നിയമത്തിനെ അവഗണിച്ച ആൾക്കാർ. അപ്പോൾ അങ്ങനെ അധപതിച്ച ആൾക്കാരുടെ ഇടയിൽ നമുക്ക് എങ്ങനെയെങ്കിലും സുഖം ഉണ്ടാകുമോ? ഇല്ല. ജയിലിനകത്ത് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. ജയിൽ എന്ന് പറഞ്ഞാൽ ബന്ധനമാണ്. അതേപോലെ ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ബന്ധനം എന്ന് പറഞ്ഞാൽ ഒരു ജയിലാണ്. എന്നിട്ട് ഭഗവാന്റെ മക്കളായ നമ്മളോട് ഭഗവാൻ ഉപദേശിക്കുന്നത് എന്തുവാണ്? ഈ ജയിലിൽ നിന്ന് മുക്തനാവ്, നിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് നിർത്ത്, എന്നിട്ട് ഈ ജയിലിൽ നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ട് ഈ ജയിലിൽ നിന്ന് മുക്തനാവ്. അല്ലാതെ ഈ ജയിലിൽ നിന്ന് എല്ലാ സുഖസൗകര്യങ്ങളും ശേഖരിച്ച്, താൽക്കാലികമായ സുഖസൗകര്യങ്ങൾ ശേഖരിച്ച് അതിൽ മുഴുങ്ങിയിരിക്കുന്നതല്ല നിൻ്റെ ലക്ഷ്യം. ഇവിടെ ഈ ജയിലിൽ, ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ മോശമായ ആൾക്കാരുടെ സംഘത്തിൽ അങ്ങനത്തെ അസുരനായി മാറും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭീകരമായ അസുരൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഒത്തിരി ദുഃഖങ്ങൾ സഹിക്കും. ഈ ഭൗതിക ലോകത്തിനെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് സ്വയം അദ്ദേഹം ഈ ലോകത്തിനെ ദുഃഖാലയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ദുഃഖത്തിൻ്റെ ആലയം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് സുഖം കിട്ടുമോ? നമ്മൾ ചെരുപ്പ് വിൽക്കുന്ന ഒരു കടയിൽ പോയി മധുരമുള്ള പലഹാരങ്ങൾ, മധുരമുള്ള ഹലുവയും ഒക്കെ ചോദിച്ചാൽ കിട്ടുമോ? അല്ല. വി ആർ അറ്റ് ദ റോങ് പ്ലേസ്. അപ്പം നമുക്ക് മധുരം വേണമെങ്കിൽ, അല്ലെങ്കിൽ സുഖം വേണമെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകണം, ആ കിട്ടുന്ന സ്ഥലത്ത് പോകണം. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ശാശ്വതമായ സുഖം. ഇവിടെ ചെറിയ ചെറിയ സുഖങ്ങളുണ്ട്, പക്ഷേ ശാശ്വതമായ സുഖം കിട്ടുന്ന ആ സ്ഥലമാണ് വൈകുണ്ഠം, ദൈവത്തിൻ്റെ സാമ്രാജ്യം, ഭഗവാന്റെ സാമ്രാജ്യം. അപ്പം നമ്മുടെയൊക്കെ ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. പ്രഭുപാദ് പറഞ്ഞതുപോലെ ബാക്ക് ടു ഗോഡ് ഹെഡ്, തിരിച്ച് നമ്മളുടെ യഥാർത്ഥ നാട്ടിലേക്ക്, അല്ലെങ്കിൽ ഭഗവാന്റെ ആ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു പോവുക. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു ചിത്രം കാണിച്ചായിരുന്നു. അതായത് ഇപ്പം ആ ചിത്രം എൻ്റെ കയ്യിലില്ല, പക്ഷേ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അതിലൊരാൾ ഈ മരത്തിൻ്റെ ഒരു ശാഖയിൽ നിന്ന് തൂങ്ങുക, 2 കൈ കൊണ്ട് തൂങ്ങി നിൽക്കുകയാണ്. ആ ശാഖയുടെ നേരെ താഴെ എന്ന് വെച്ചാൽ ആൾ വീണാൽ നേരെ ഒരു കുഴിയുണ്ട് താഴെ. ആ കുഴിയിൽ നിറയെ വിഷമുള്ള പാമ്പാണ്. ആ തൂങ്ങിക്കിടക്കുന്ന ആ ശാഖയെ കറണ്ട് തിന്ന് നശിപ്പിക്കുന്ന 2 എലിയുണ്ട്. ഒരു വെളുത്ത എലി, മറ്റേ കറുത്ത എലി. ഇത് കൂടാതെ ഒരു വലിയ ആന മൊത്തം മരത്തിനെ പിടിച്ച് കുലുക്കുക ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ആ തൂങ്ങുന്ന ആളുടെ നേരെ മുകളിൽ മരത്തിൻ്റെ വേറൊരു ശാഖയിൽ ഒരു തേനിൻ്റെ കൂടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ തേൻ ഒഴുകി വീഴുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ ആകാശത്തിൽ ഒരു വ്യക്തി, ഒരു ഐശ്വര്യമുള്ള സുന്ദരനായ ഒരു വ്യക്തി വിമാനത്തിൽ നിന്ന് കൈയും നീട്ടി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഈ ചിത്രം ശരിക്കും സൂചിപ്പിക്കുന്നത് നമ്മുടെ സാഹചര്യം, നമ്മളുടെ ഈ ഭൗതിക ലോകത്തിലുള്ള ജീവിതത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ വെളുത്ത എലിയും കറുത്ത എലിയും, ഇത് രാവും പകലുമാണ്. സമയം പോകുന്തോറും നമ്മളുടെ കാലം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാലം തീർന്ന ശാഖ പൊട്ടും. അതായത് നമ്മൾ ഒരു കുഴിയിലേക്ക് ചാടും. മരണം എന്ന് പറയാം അതിന്. ഈ മരണം എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമായ ഒരു അനുഭവമാണ്. അപ്പോൾ ആ വിഷമുള്ള പാമ്പ്, അതിൻ്റെ കടി, അതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. പിന്നെ ആന എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂർവ്വജന്മങ്ങളിലെ കർമ്മങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, കർമ്മഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അത് കാരണം, ആ കുലുക്കം കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുന്നു. അപ്പം നമ്മൾ ഒരു വളരെ അപകടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണെന്ന് സൂചിപ്പിക്കുക. പക്ഷേ ഇത്രയും അപകടം ഉണ്ടെങ്കിലും നമ്മൾ എന്തുവാ ശ്രമിക്കുന്നത്? അവിടെ നമ്മൾ
നാവും കൊണ്ട് ഇങ്ങനെ നാവും നീട്ടി ആ മനുഷ്യൻ തേൻ കുടിക്കാനാണ് നോക്കുന്നത്. ശരിക്കും എന്താണ് ശ്രമിക്കേണ്ടത്? എങ്ങനെ ഞാൻ ഈ ചുറ്റുപാടിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും, അതായിരിക്കണം ലക്ഷ്യം, അതിനെപ്പറ്റി മാത്രമേ ആയിരിക്കണം ചിന്ത. പക്ഷേ എന്താണ് ശ്രമിക്കുന്നത്? ശ്രദ്ധ എല്ലാം എവിടെയാണ്? ആ ചെറിയ സുഖം, താൽക്കാലികം ആ ചെറിയ സുഖം. അതിലും വണ്ടും തേനും ഈച്ചയുമൊക്കെ വന്ന് കുത്തുന്നുണ്ട്. പക്ഷേ ആ തേൻ ചെറിയ സുഖത്തിന് വേണ്ടി ഇങ്ങനെ നാവ് നീട്ടുക. അതേസമയം അവിടെ വിമാനത്തിൽ നിൽക്കുന്ന ആ വ്യക്തിയാണ് ഭഗവാൻ കൈ നീട്ടി പറയുവാണ്, മോനെ, നിന്നെ ഞാൻ ഈ എല്ലാം അപകടത്തിൽ നിന്ന് രക്ഷിപ്പിക്കാം, പുറത്തോട്ട് ഇറക്കാം. നീ ദയവായി ജസ്റ്റ് എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി, എന്നിട്ട് എൻ്റെ നിർദ്ദേശം അനുസരിച്ച് എൻ്റെ കൈ പിടിച്ചാൽ മതി, നീ രക്ഷപ്പെട്ടോളും, നിനക്ക് മോചനം കിട്ടും. ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും സ്ഥിതി. ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന പൊതുവെ എല്ലാവരുടെയും. ഭഗവാൻ എല്ലാം നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എങ്ങനെ ഇവിടുന്ന് ഈ ജയിലിൽ നിന്ന്, ഈ കാരാഗ്രഹത്തിൽ നിന്നും, ഇത്രയും ദുഃഖങ്ങളുടെ ഇടയിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്ന മാർഗം, പൂർണ്ണമായിട്ട് മുക്തി കിട്ടുന്ന മാർഗം, രക്ഷപ്പെടാനുള്ള മാർഗം എല്ലാം നൽകിയിട്ടുണ്ട് ഭഗവത്ഗീതയും ഭാഗവതം വഴി. പക്ഷേ നമ്മൾ അതിനെയൊന്നും ശ്രദ്ധിക്കാതെ നമ്മളുടെ ശ്രദ്ധ മൊത്തം ഈ ചെറിയ സുഖങ്ങൾ, അത് സുഖിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, അതിനു വേണ്ടിയുള്ള ഒരു ഓട്ടത്തിൻ്റെ പുറകെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ദയവായി ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സത്സംഗത്തിൽ വരിക. എന്നിട്ട് ഈ കാര്യങ്ങൾ ആധികാരികമായ ഗുരുവിൻ്റെ കീഴിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. എങ്ങനെയാണോ ഈ ലോകത്തിൽ നമുക്കൊരു വൈദ്യനാവണമെങ്കിൽ, ഒരു ഡോക്ടർ ആവണമെങ്കിൽ, ഒരു ആധികാരികമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിൽ പോയി ഒരു ഗുരുവിൻ്റെ കീഴിൽ നമുക്കൊരു 8-10 വർഷം ഈ കാര്യങ്ങൾ പഠിക്കണ്ടേ? അപ്പോഴല്ലേ നമുക്ക് ഒരു അല്ലെങ്കിൽ വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് മുക്തനാവണമെങ്കിൽ, ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒക്കെ മുക്തി കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ആധികാരികമായ ആത്മീയ ഗുരുവിൻ്റെ കീഴിൽ കുറച്ച് വർഷങ്ങൾ, കുറച്ച് ശ്രമമിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ. അങ്ങനെ ചെയ്യാത്ത പക്ഷം ചില സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ പറ്റിയായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതായത് ആചാര്യന്മാരും ഭഗവാനും ഒക്കെ നൽകിയ നിർദ്ദേശം അനുസരിക്കാതെ ജീവിച്ചാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന സാധ്യതകളെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ, രാധേ രാധേ.